ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ കല്യാണം കഴിയുമ്പോഴൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കല്യാണ ഫോട്ടോസാണ് കുറച്ച്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജിബി ആൻ്റണി. പയ്യന്നൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു 18 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് സൗദിയിലോട്ട് പോയി. അപ്പോൾ അതിനിടയിൽ ചെറിയൊരു സമയത്തിനിടയിൽ ഞങ്ങൾ ഗോവയിലോട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായി. നടക്കോ ഇല്ലെന്നൊന്നും അറിഞ്ഞിരുന്നില്ല, പക്ഷേ ദൈവം സഹായിച്ച് നടന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇതിൽ കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ പുലർച്ചെ 1:30 വീട്ടിൽ നിന്ന് റെഡിയാവുന്നതാണ്. വീഡിയോസൊക്കെ ചെറുതായിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ. കണ്ണൂർ വെച്ചായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ. 3:15 ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി പയ്യന്നൂരിൽ നിന്ന് കണ്ണൂർ എത്തണം. ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 2 മണിയായപ്പോൾ ഞങ്ങൾ കണ്ണൂരെത്തി. അവിടുന്ന് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു. ഞങ്ങളുടെ കൂടെ ആൽഫിനും ജോണ്ടലും ഉണ്ട്. അവർ 2 പേരും ഞങ്ങൾ ട്രെയിൻ കയറാനായിട്ട് വന്നതാണ്. അപ്പോൾ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ ഞങ്ങളവിടെ ഇരുന്ന് IPL കണ്ടു. ഒരു 3 പേര് IPL ഫാൻസ് ആയിരുന്നുകൊണ്ട് അവരിരുന്ന് IPL കണ്ടു. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ വീഡിയോ എടുത്ത് കളിച്ചു. ഞങ്ങൾ കുറേ സംസാരിച്ചു. അങ്ങനെ ഒരു 3:15 വരെ ഞങ്ങൾ സമയം അങ്ങനെ തള്ളി നീക്കി. അങ്ങനെ തത്കാലായിരുന്നു ഞങ്ങൾ ബുക്കിംഗ്. ഞാൻ പറഞ്ഞു പെട്ടെന്നുള്ള പ്ലാനായിരുന്നു. തത്കാലായിരുന്നു ടിക്കറ്റൊക്കെ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും 2 ബോഗിയിലായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അവസാനം TTRനെ കണ്ടു. ഒരു സീറ്റിൽ ഞങ്ങൾ 2 പേര് അഡ്ജസ്റ്റ് ചെയ്തു. തത്കാലമായതുകൊണ്ട് അറിയാം, വിൻഡോ സൈഡ് മറ്റേ സൈഡ് സീറ്റായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ ട്രെയിൻ വന്നു. കയറിയ ശേഷം വീഡിയോസൊന്നും എടുത്തില്ല. കാരണം ഒന്നാമത് 3 മണിയാണ്, നല്ല ഉറക്കത്തിൻ്റെ സമയമാണ്. വേഗം കയറി ട്രെയിൻ സീറ്റ് കണ്ടുപിടിച്ചു, ഉറങ്ങി. പിറ്റേന്ന് ഞങ്ങളൊരു ഉടുപ്പി എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞ് എഴുന്നേറ്റത്. ഉടുപ്പി എത്തിയപ്പോൾ എഴുന്നേറ്റ് പിന്നെ ഞങ്ങളുടെ ചായ കുടി പരിപാടിയൊക്കെ ആരംഭിച്ചു. ജിബിയേട്ടൻ താണ്ടെ അപ്പുറത്തെ സൈഡും ഞാനിപ്പുറത്തെ സൈഡും. അങ്ങനെ ചായ വന്ന് ഒരു ഗ്ലാസ് ചായ ആദ്യം കുടിച്ചു. അതിന് ശേഷം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ബ്രെഡ് ഓംലേറ്റ് ആയിരുന്നു പറഞ്ഞത്. അങ്ങനെ ബ്രെഡ് ഓംലേറ്റ് നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നതാണ്. എല്ലാം സെറ്റ് ചെയ്തു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും നമുക്ക് വിശപ്പിൽ നമ്മൾ കഴിക്കണമല്ലോ. മറ്റേ ബോയിൽ ചെയ്ത ഗ്രീൻ പീസൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അപ്പോൾ എല്ലാം കഴിച്ചു, അടിപൊളിയായി ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. പിന്നെ നമ്മൾ ഉടുപ്പി മുതൽ മഡ്ഗോവൻ വരെ ഇങ്ങനെ കാഴ്ചകളും കണ്ടിരുന്നു. ട്രിപ്പിൻ്റെ ബാക്കി കംപ്ലീറ്റ് പ്ലാനിങ് നടക്കുന്നത് നമ്മൾ ട്രെയിനിൽ വെച്ചിട്ട് തന്നെയാണ്. കാഴ്ചകൾ കണ്ടുകൊണ്ടൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ കുറേ തുരങ്കങ്ങൾ നമ്മൾ കടന്നുപോയി. അപ്പോൾ ഈ ടണൽസൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിനെ സഹായിക്കുന്നു. അപ്പോൾ ഇത് കൊങ്കൺ ഏരിയ ആണ്. സത്യം പറഞ്ഞ് എനിക്കറിയില്ലായിരുന്നു. കൊങ്കൺ ഏരിയ അല്ലെങ്കിൽ കൊങ്കൺ റെയിൽവേ വേറെ റൂട്ടാണെന്നാണ് എൻ്റെ ധാരണ. എനിക്കറിയാം കർണാടക ടു ഗുജറാത്ത് ആ ഒരു ഏരിയയിൽ വരുന്നതാണ്. പക്ഷേ ഇതിൽ കൂടി പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ ഹാപ്പി. ടണലറിയാമല്ലോ, ഫുൾ ഇരുട്ടാണ്. ചെവി അടയുന്നുണ്ടായിരുന്നു. ചില ടണലൊക്കെ നല്ല ലോങ് ആയിരുന്നു. സമയത്ത് ചെവി ഇങ്ങനെ അടഞ്ഞു പോവും. അപ്പോൾ അതായിരുന്നു ടണലിൽ കൂടി പോയിട്ടുള്ള എക്സ്പീരിയൻസ്. പിന്നെന്താ, വീട്ടിൽ നിന്നൊക്കെ ഫോൺ വിളിക്കുമ്പോൾ ടണലിലാണെങ്കിൽ അപ്പം തന്നെ ഫോൺ കട്ടാവും. പിന്നെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് റേഞ്ച് വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ട്രെയിനിനുള്ളിൽ ട്രിപ്പ്. മഡ്ഗോവനിൽ നമുക്ക് തിവിം എന്ന് പറഞ്ഞ സ്റ്റേഷനിലോട്ടാണ് എത്തേണ്ടത്. അതായത് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തേക്കുന്നത് നോർത്ത് ഗോവയിലാണ്. അപ്പോൾ മഡ്ഗോവന് തിവിമിലോട്ട് ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് പ്ലാൻ ചെയ്തു. അതായത് 10:15 10:30 ആകുമ്പോൾ ഞങ്ങൾ മഡ്ഗോവനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ നേരെ തിവിമിലോട്ട് ലോക്കൽ ട്രെയിൻ എടുത്ത് പോകുന്നു. അവിടെ നമ്മൾ വണ്ടി എടുക്കുന്നു, പോകുന്നതാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ നമ്മളിപ്പോൾ മഡ്ഗോവനിലെത്തിയിട്ടുണ്ട്. മഡ്ഗോവനിലെത്തി നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയി നമ്മൾ തിവിമിലോട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്തിട്ട് കയറണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ രാജധാനിയോട് ബൈ പറഞ്ഞ് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് തിവിമിലോട്ടുള്ള ലോക്കൽ ട്രെയിനിലോട്ട് കയറി. തിവിമിലെത്തിയതിനു ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. ബൈ.